വെൽക്കം ബാക്ക് ഇൻ ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പം 5:16 കേട്ടോ. ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് എന്ന് പറയുന്നത് പുട്ടും പഴമാണ് കേട്ടോ. പുട്ടും പഴമാണ്. അപ്പം നേരെ കഴിക്കാം ഗൈസ്. അപ്പോൾ പുട്ടെടുത്തിട്ടുണ്ട്, കുഴയ്ക്കണം കേട്ടോ. ഇത് പാളയംതോടൻ പഴമാണ് ഗൈസ്. അപ്പോൾ കഴിക്കാം. കഴിച്ചപ്പോൾ അത്യാവശ്യം മഴയുണ്ട്. രാവിലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതും 7 to 2 സൊമാറ്റോയിൽ ഷാഡോയിൽ. പിന്നെ ഇന്നലെ ഒരു ചെറിയ പണി കിട്ടി. പിന്നെ ഓർഡർ അടിച്ച് അവിടെ ചെന്നിട്ട് നമ്മൾ റീച്ച് കൊടുത്തിട്ട് നമ്മൾ റാക്കിൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഇൻസ്റ്റാമാർട്ടിൽ ഓരോ റാക്കുണ്ട്. ആ റാക്കിൻ്റെ നമ്പറാണ് നമ്മളെ ഫോണിൽ ഓർഡർ വന്നത്. ആ നമ്പറിനാണ് നമ്മൾ ഓർഡർ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് റീച്ച് കൊടുത്തപ്പോൾ -1 എന്ന് കാണിച്ചു. ഇപ്പോഴും മാറിയിട്ടില്ല, അതങ്ങനെ തന്നെ കിടക്കുകയും ഇപ്പോഴും ഓർഡർ അങ്ങനെ ഇരിക്കുകയാണ്. എടുക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഓർഡർ അതിൽ കാണിക്കുക. ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം, സൈഡ് ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് ചെന്നിട്ട് എന്തായാലും അവിടെ ചെന്നിട്ട് റീച്ച് ആവുമെന്ന് നോക്കണം. അപ്പോൾ നേരെ വീട്ടിലോട്ട് ഗൈസ്. അപ്പോൾ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പേറുക്കടയാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ഇഡലി കമ്പനിയാണ് കേട്ടോ. നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് 1.1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ. ഇതാണ് കട, ട്രിവാൻഡ്രം ഇഡലി കമ്പനി. രാവിലെ വെയിൽ അടിക്കണം കേട്ടോ, ചെറുതായിട്ട്. നല്ല കാലാവസ്ഥയാണ് തോന്നുന്നു, ഞായറാഴ്ച ആയിട്ട്. ഗൈസ് അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. $44.83 കേട്ടോ. ഓക്കെ, അയച്ചു കൊടുത്തിട്ടുണ്ട്. 44.83. കേശവ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇഡലി സെറ്റാണ് കേട്ടോ. കേശവ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളത് കുലശേഖരമാണ് കേട്ടോ. കുലശേഖരം വട്ടിയൂർക്കാവാണ്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 4.3 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. കേശവ നമുക്ക് ഊളംപാറ റൂട്ടാണ് പോകാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഊളംപാറ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. മറ്റേ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ ഇവിടുന്ന് 2.8 കിലോമീറ്റർ ഉണ്ട് ഇനി മൊത്തത്തിൽ. ഇതിൻ്റെ മണ്ടയിൽ മൊത്തം സോളാർ പാനലാണ് കേട്ടോ. ഫുള്ള് സോളാർ. ഗ്ലൗസ് വെയിലില്ലാത്തതുകൊണ്ടാണ് ഗ്ലൗസ് ഇടാത്തത്. ഗ്ലൗസ് പിന്നെ വെയിലിനെ മാത്രമല്ല, കുറേ നേരം ആക്സിഡന്റ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇവിടെ വേദന എടുക്കും. അപ്പം അതുകൊണ്ടാണ് ഗ്ലൗസ് ഇടുന്നത് കേട്ടോ. വെയിൽ മാത്രമല്ല,
ഗ്ലൗസ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ആ കായ്പുണ്ടല്ലോ ഇവിടെ ഭയങ്കര വേദന കുറേ സമയം കഴിയുമ്പോഴേ. ഗ്ലൗസ് ഇട്ടാൽ കുറച്ച് നേരം പിടിച്ചിരിക്കാം, കുറെ കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. എപ്പോഴും ഇങ്ങനെ റബ്ബ് ചെയ്തോണ്ടിരിക്കണുണ്ട്, ഇങ്ങനെ തിരിക്കണുണ്ട് ആ സമയത്ത്. അപ്പം എൻ്റെ വീട്ടിലുള്ളവർക്ക് തൊഴുവങ്കോട് അമ്പലം ഒന്ന് കാണണമെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ഫുഡ് കൊണ്ട് കൊടുത്തിട്ടേ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ പോകും. ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, ഇവിടെയാണ് കേട്ടോ. അത് ബാർ, ഇത് റിസപ്ഷൻ. കൊണ്ട് കൊടുക്കണോ? എന്തോ പറഞ്ഞ റിസപ്ഷൻ കൊടുത്തേക്കാൻ പറഞ്ഞു. 107. പോട്ടോ. ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തൊഴുവങ്കോട് അമ്പലം അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ. വീട്ടിലുള്ളവർ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ യൂട്യൂബ് വീഡിയോയിൽ കാണാമല്ലോ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 35 രൂപ 67 പൈസ കണ്ടു തന്നെ അവിടെ വീഡിയോയിൽ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത ഓവർ അടിക്കില്ല, അടുത്ത ഓവർ അടിച്ചിട്ടില്ല. എന്തായാലും തൊഴുവങ്കോട് അമ്പലത്തിന് അങ്ങോട്ട് പോകാം കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോവാം. ഇതിലെ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും, ഇതിലെ കൂടെ നേരെ പോയിട്ട് അവിടെ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് തൊഴുവങ്കോട് അമ്പലം. ഇതാണ് തൊഴുവങ്കോട് അമ്പലം കേട്ടോ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നമ്മ വീട് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മ വീട് വസന്തഭവൻ. ഇവിടെ കുറങ്ങോട് നേരെ വെച്ച് പിടിക്കാം. ഇപ്പോൾ 1.7 കിലോമീറ്റർ ഉണ്ട്. മറ്റേ ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അത് ഹാങ് ആയി നിൽക്കുന്നു, കൊടുത്തില്ല എടുത്തുമില്ല. എന്ത് കഷ്ടമെന്ന് നോക്കിയാൽ. ഷാഡോ ഫെക്സിനെ വിളിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്പരും ഇല്ല കേട്ടോ. ഷാഡോ ഫെക്സിൽ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് സ്വിഗ്ഗിയിലെ കൺട്രോളാണ്. ഇന്നലെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ സ്വിഗ്ഗിയിലാണ് കണക്ട് ആവണം, ഷാഡോ ഫെക്സിലല്ല. അപ്പോൾ അവർ പറയണേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ഷാഡോ ഫെക്സിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യും. ഞാൻ ഇവിടെ പോയി വിളിക്കാൻ നമ്പറൊന്നുമില്ല, ഷാഡോ ഫെക്സിൽ നമ്പറും കാര്യങ്ങളൊന്നുമില്ല. ടീം ലീഡർ പോലും ഇല്ല. വേറെ വഴിയില്ല. നമുക്ക് എന്തായാലും ആപ്പ് അങ്ങനെ നിർത്തിക്കാൻ പറ്റൂല, ചിലപ്പോൾ പെനാൽറ്റി വരും. ആൾക്കാർ ഫോണും വിളിച്ചുകൊണ്ടാണ് സീബ്ര ക്രോസ് ചെയ്യുന്നത്. അപ്പോഴേ കുഴിയലുണ്ട് കേട്ടാ. പോട്ടെ. ഇവിടെയാണ് നമ്മളെ സെറ്റപ്പ്. ഫ്രണ്ടിലോട്ട് വയ്ക്കാം കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അയ്യോ സേഫായിട്ട് ഈ ഷീറ്റ് ഡബിൾ ഓവറാണ് കേട്ടോ. രണ്ടും പെട്ടെന്ന് പോയി എടുക്കാം. നമ്മളെ രണ്ടാമത്തെ ഓവറാണ് കേട്ടോ. സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പോൾ 8:06 അപ്പോൾ ഇഡ്ഡലി സെറ്റാണ് കേട്ടോ. ഇത് ഒരെണ്ണം ഇഡ്ഡലി സെറ്റും ഒരെണ്ണം പ്ലെയിൻ ദോശയും. ഫസ്റ്റ് ഓർഡർ കൊടുക്കാനുള്ളത് ഭഗവതി നഗറാണ് കേട്ടോ, കബഡിയാണ്.
നേരെ വെച്ച പിടിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല ക്ലൈമറ്റ്. ഇപ്പൊ ഇവിടുന്ന് 2.1 കിലോമീറ്റർ ഉണ്ട്, അടുത്ത് തന്നെ കേട്ടോ. ഒരെണ്ണം ലോങ് ആണെന്ന് തോന്നുന്നു. ടോട്ടൽ 60 സംതിങ് രൂപയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ കാണുമായിരിക്കും. ഒരു റോക്കറ്റ് പോയ പാട് കേട്ടോ. ഗൈസപ്പം ഇനി വീട്ടിൻ്റെ പണിയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. മഴ തീർന്നാലേ പണി തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. 2 ദിവസമെങ്കിലും വെയിൽ വന്നാൽ മാത്രമേ പണി തുടങ്ങാൻ പറ്റൂ. പ്ലാസ്റ്ററിങ് ആയതുകൊണ്ട് വെയിലുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും എന്നാണ് അറിയാൻ സാധിച്ചത്. ഗൈസ് അപ്പം ജവഹർ നഗറിലാണ് കൊടുക്കാനുള്ളത്. അങ്ങോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അവിടെ അല്ല കൊടുക്കാനുള്ളത്, അവിടെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ലോറി ഞാൻ കണ്ടോ കേട്ടോ. ആഹാ, പുള്ളി അവിടെ പെട്ട് കേട്ടാ. അഗർവാൾ പാക്കേജ് ആൻഡ് മൂവേഴ്സ് ലിമിറ്റഡ്. അവിടെ ബ്ലോക്ക്. വന്ദിച്ചേരും കൊണ്ട് വെണ്ണെടുക്കും പെണ്ണാളെ. ഫ്ലാറ്റ് എല്ലാം തോന്നുന്നു കേട്ടോ. ഗൈസ് അപ്പം അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പം ഫസ്റ്റ് ഓവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു കൊടുത്തത് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ഓവർ കൊടുക്കാനുള്ള മേനാലെല്ലൂറാണ് കരമന കേട്ടോ. നാക്ക് വടിക്കാത്തോണ്ടല്ല, അങ്ങനെ വരുള്ളൂ കേട്ടോ. ശീലമായിപ്പോയി. മേലാനെന്നൂർ. അപ്പൊ ഇവിടുന്ന് 5.3 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം, ഒറ്റ പിടക്കം. കരമനയാണ് കാണിക്കുന്നത്. അപ്പം മിക്കവാറും ഇത് അവിടെ ഇട്ട് കറക്കാനുള്ള പരിപാടി തന്നെ കേട്ടോ. അവിടെ ഇട്ട് കറക്കാനുള്ള പരിപാടിയാണ് ഈ കരമന ആ ഭാഗം. കൊണ്ട് നമുക്ക് എന്തായാലും പോയേ പറ്റൂ. റെയിൽവേ ട്രാക്ക് എത്തിയട്ടോ. റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ 4 കേട്ടോ. പഴയ കോച്ച കൊല്ലം ജംഗ്ഷൻ, നാഗർകോവിൽ എക്സ്പ്രസ്. ഗൈസ് അപ്പോൾ 64 രൂപ 33 പൈസ കണ്ടാണ് കിട്ടിയത്. ഒരു വല്ലാത്ത വണ്ടിച്ചേലും കൊണ്ട് ഗൈസ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളയാണിയാണ് കേട്ടോ. കാർഷിക കോളേജിൻ്റെ അവിടെയാണ് പോകുന്നത് കേട്ടോ. കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പം നേരെ വെച്ച് പിടിക്കാം. വെള്ളയാണി അമ്പലത്തിൻ്റെ ഏകദേശം ആ റൂട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം കഴിക്കാൻ ഇനി ചപ്പാത്തിയെല്ലാം വാങ്ങിയത് കേട്ടോ. ചപ്പാത്തി വാങ്ങിച്ചിട്ട് പോവാം. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് അടിക്കൂല, 100% ഉറപ്പാണ്. നമ്മളെ കവടിയ റോട്ടും അമ്പലമുക്ക് അടിക്കൂല. ഇനി ഇവിടെ ഇട്ട് കറക്കേ ഉള്ളൂ കേട്ടോ. പാപ്പനക്കൊട ആ റൂട്ടേ കറക്കേ ഉള്ളൂ. അത് ഇതാണ് ഇവിടുത്തെ അമ്പലം കേട്ടോ. വെള്ളയാണിയിലെ മേജർ ദേവക്ഷേത്രം അങ്ങനെ എന്തോ കൊടുത്തിരിക്കുന്നു കേട്ടോ. മേജർ വെള്ളയാണി ദേവക്ഷേത്രം ഇതാണ് കേട്ടോ.
പൂവും ഹാരമൊക്കെ ഉണ്ടല്ലേ. മറ്റേ നേരെ ഒറ്റ വിടക്കം വേണം. ഒരു മഴ ഇങ്ങനെയാണെന്ന് നിൽക്കണം കേട്ടോ. ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യൂല. വണ്ടിയിൽ എന്തോ കരട് കയറി എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം. ഭയങ്കര മിസ്സിങ് കേട്ടോ, വിട്ട് പിടിക്കുന്നു. അപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നു, ഫുള്ള് തീരുന്നു, കംപ്ലീറ്റ് തീരുന്നു കേട്ടോ. ഫോണ് 45% ഉള്ളൂ ചാർജ്. ഇന്ന് ഒരു പവർ ബാങ്ക് ഞാൻ എടുക്കാൻ മറന്നുപോയല്ല, ഇല്ലാത്ത ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് വന്നു. അതിപ്പോൾ ഏറ്റ പണിയായി. ഭയങ്കര മിസ്സിങ് കേട്ടാ. മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മിസ്സിങ്. നേരെ വെച്ച് പിടിക്കാം. നമ്മൾ ആര്യനാട് വഴിയാണ് പോകണം കേട്ടോ. ഇവിടുന്ന് കറക്റ്റ് 38 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. മഴയ്ക്ക് മുമ്പ് വീടെത്തിയാൽ കൊള്ളായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കോട്ടെല്ലാം കൂടെ എടുത്തിടാൻ വയ്യ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മാച്ച് നക്കനെ കഴിക്കാം. നമുക്കിനി 38 കിലോമീറ്റർ ടോട്ടലുണ്ട്. ഇവിടുന്ന് ഒറ്റ വിടക്കം വിടാം. ചിലപ്പോൾ കുറേ ഓടുമ്പോഴത്തേക്കും മിസ്സിങ് മാറും കേട്ടോ. മിസ്സിങ് ഒന്നും എന്തെങ്കിലും കരട് എന്തെങ്കിലും പോയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ആ മിസ്സിങ് മാറും. അപ്പോൾ ഇതിലെ നെയ്യാറ്റിങ്ങനെ പോകാം കേട്ടോ. ഇവിടെ കുറച്ച് ദൂരം റോഡ് ശകലം പ്രശ്നമാണ്. വേണ്ട ഇത് കേട്ടോ, ചാറണണ്ട. അതാണ് പ്രശ്നം. സ്ലോ സ്പീഡിൽ നിൽക്കുന്നില്ല. എന്തോ കരടുള്ളിൽ പോയ പോലെയാണ് തോന്നണം കേട്ടാ. സ്ലോ സ്പീഡ് കിട്ടില്ല. പ്രശ്നമുണ്ട്. സ്ലോ സ്പീഡ് പിടിച്ചിരിക്കില്ല, അതാണ് കുഴപ്പം. ഗൈസപ്പോൾ കണ്ട, ഇതാണ് പ്രശ്നം കേട്ടോ. ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കുറച്ചിപ്പോൾ തുടങ്ങിയതാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞൂടാ, എന്തോ പ്രശ്നമുണ്ട്. ടാങ്ക് കഴിച്ച് ഒന്ന് കുലുക്കി നോക്കി അറിയാം കേട്ടോ എന്താണ് സംഭവം. എവിടെയെങ്കിലും നിർത്തി അപ്പം പോകും കേട്ടോ, അല്ലേ കുഴപ്പമില്ല. ഗൈസ്, അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് ടോട്ടൽ കിട്ടിയത് 704 രൂപ 60 പൈസയാണ്. 11 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 7:30 തൊട്ട് 2 മണി വരെ. പിന്നെ തിരിച്ചിങ്ങോട്ട് വരണ സമയത്ത് ക്യാമറ ചാർജും തീർന്നു പോയി. അതുമാത്രമല്ല, വണ്ടിയിൽ ചെറിയ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. CD യൂണിറ്റിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെ ഷോർട്ടായെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഒരുവിധം ഇങ്ങ് എത്തിച്ചിട്ട് നമ്മളൊരു പിന്നെ കൂട്ടുകാരൻ ബൈക്കിൻ്റെ സർവീസ് ചെയ്യുന്ന ആളാണ്. അപ്പം അവനെ കാണിച്ച് പറഞ്ഞ് CD യൂണിറ്റ് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വച്ചിരുന്ന് പിന്നെ പിറ്റേ ദിവസം CD യൂണിറ്റ് പുതിയത് വാങ്ങിച്ചുകൊണ്ടൊന്ന് റെഡിയാക്കി 1870 അങ്ങനെയുണ്ട് CD യൂണിറ്റ്. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല.
ചാർജും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ബൈ.